ടി എസ് ഹരീഷിന് ചേർന്നു. ഹരീഷ് നിമിഷങ്ങൾക്കകം ആ ജനാവലിയും ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസും ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തുകയാണ്. അനന്തപുരിയിൽ ഏറെക്കാലം പ്രവർത്തന മേഖലയായിരുന്ന ദർബാർ ഹാൾ ഉച്ചത്തിൽ VSന്റെ ശബ്ദം മുഴങ്ങിക്കേട്ട ഇടം. അങ്ങോട്ടേക്ക് ഒരു അവസാന യാത്ര, വളരെ വൈകാരികമാണത്. അങ്ങോട്ടേക്കുള്ള അവസാന യാത്രയിൽ മുദ്രാവാക്യം വിളികളുമായി അദ്ദേഹത്തിനൊപ്പമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലൂടെയാണ് ഇപ്പോൾ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദർബാർ ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സുപ്രധാന തീരുമാനങ്ങളും എടുത്ത സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹം അവസാനമായി പോവുകയാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലൂടെ വിലാപയാത്ര ഇപ്പോൾ കടന്നു പോവുകയാണ്. ഇനി ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ഈ വിലാപയാത്ര ചെന്നെത്തും. അവിടെ ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളികളുമായി അദ്ദേഹത്തിൻ്റെ അണികൾ ഒപ്പമുണ്ട്. കണ്ണേ കരളെ VSA എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അത് നമ്മൾ ഇന്നലെ മുതൽ അത് കേൾക്കുന്നുണ്ട്. തൊണ്ടയിടറാതെ അണികൾ അദ്ദേഹത്തിനൊപ്പം നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ പാളയം രക്തസാക്ഷി മണ്ഡപം പിന്നിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പരിസരത്തേക്ക് ഇപ്പോൾ വിലാപയാത്ര എത്തിച്ചേരുകയാണ്. അവിടെ നിന്ന് ഇനി സെക്രട്ടേറിയറ്റിലേക്ക് വളരെ കുറച്ചു ദൂരമേ ഉള്ളൂ. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത പല സുപ്രധാന തീരുമാനങ്ങളും എടുത്ത ആ സ്ഥലത്തേക്ക് അദ്ദേഹം അവസാനമായി പോവുകയാണ്. അവിടെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ ദർബാർ ഹാളിലേക്ക് എത്തും. ഏറെ സ്മരണകളുണ്ട്. രക്തസാക്ഷി മണ്ഡപം അത് കടന്നു വരുമ്പോൾ പ്രവർത്തകരുടെയൊക്കെ മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ കടന്നു പോകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. വിവിധ സമരങ്ങൾ, നമുക്ക് ഉണ്ടായിട്ടുള്ള രക്തസാക്ഷികൾ, പുഷ്പചക്രവും ഒക്കെ അർപ്പിച്ചിട്ടുള്ള ചില സംഭവങ്ങൾ, അതൊക്കെ നമുക്കിങ്ങനെ മനസ്സിലേക്ക് വരും. VS അച്യുതാനന്ദൻ തന്നെ എത്ര തവണ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് മുന്നിലൂടെ ഇപ്പോൾ ഇതാ വീണ്ടും നിശ്ചലനായ അന്ത്യയാത്രയിൽ VS അച്യുതാനന്ദൻ. വൈകാരികമാണ് നിമിഷം, വളരെ വൈകാരികമായി മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന രംഗങ്ങൾ. ജനകീയതയുടെ മുഖമായിരുന്നു. പാർട്ടിക്കുള്ളിലും പല പിണക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാവത്തോടെ നിൽക്കുന്ന VSനെ പലപ്പോഴൊക്കെ നമ്മൾ കണ്ടു.